ആക്കിയതാ പിന്നെ അമ്മേനെ ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങിപ്പോയി. ഗൈസ് നമ്മുടെ വീട് മേലെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇത് കണ്ടോണേ, കണ്ടോ നല്ല ഓലപ്പൊരയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങ് ഹലോ ഗൈസ്, ഫ്ലോറിന് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മള് ഇന്ന് ഒരു പ്രത്യേകത ദിവസം അല്ലേ, കുറേ ദിവസം കൂടെ കാത്തിരുന്നിട്ടൊരു ദിവസമാണ് ഇത്. കാരണം വെച്ചാൽ നമ്മള് ഇന്ന് നമ്മുടെ വീടിൻ്റെ കുഞ്ഞു വീടിൻ്റെ ഓലമേലാണ് കേട്ടോ. കുറേ ദിവസം കൂടി ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കുറേ തിരഞ്ഞു നടന്നു ഓലയ്ക്ക് വേണ്ടിയൊക്കെ. പിന്നെ ഇത് എല്ലാം റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി കുറേ താമസിച്ചു. അങ്ങനെയൊക്കെ കളിച്ച് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഓലൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ പകുതി ഓല കിട്ടിയുള്ളൂ. നമുക്ക് 250 മോഡൽ ഓല വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നത്. പക്ഷേ എങ്കിൽ കിട്ടിയത് ഒരു 100 മോഡലേ ഉള്ളൂ എല്ലാം കൂടെ. നമ്മുടെ വീട്ടിലായിട്ടും പിന്നെ നമ്മളൊരു സ്ഥലത്ത് മേടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാം കൂടെ കിട്ടിയത് 100 മോഡലേ കിട്ടിയുള്ളൂ. ഞാൻ ഇന്നലെ വണ്ടിയൊക്കെ കൂട്ടി രാത്രിയിൽ വൈകുന്നേരം വണ്ടിയൊക്കെ കൂട്ടി നമ്മുടെ ഷെഡിൽ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് സാധനമൊക്കെ. വീടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോവാണ് ഓല മേയാൻ വേണ്ടിയിട്ട്. പപ്പായാണ് നമ്മളെ കെട്ടുന്നത് കേട്ടോ. പപ്പ ഓല കെട്ടും, ഞാൻ എടുത്തു കൊടുക്കും. കുണ്ടൂസും പിള്ളേരൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം കുറേ കഴിയുമായിരിക്കും പണി കഴിയുമ്പോൾ. പിന്നെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പരിസരമൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ടുണ്ടല്ലോ, നല്ല ചെത്തി ലെവലാക്കണം. ഒരുപാട് പണിയുണ്ട്. 2 ആളാണ് എണീക്കാൻ വേണ്ടി എണീക്കുന്നില്ല. സമയം 8 മണി. അതൊക്കെ നല്ല ഉറക്കം കേട്ടോ. തക്കടു പോവാ, ഞാൻ പോട്ടെ. പപ്പായ പോവാണേ, പൊന്നു പോരുന്നില്ല. കട്ടൻ കാപ്പി ഇട്ട് കുടിക്കോട്ടെ രാവിലെ കട്ടൻ കുടിച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ. പൊന്നു പോ, പപ്പായ മമ്മി പോവാ, നീ പോരുന്നില്ല. എടി തക്കടൂരിന് മുഖത്താണ് എൻ്റെ കാലിരിക്കുന്നത്, കാല് മാറ്റിക്ക്. കാലിന് ഉമ്മയെ കൊടുത്ത് കിടക്കുക തക്കടും. അപ്പോൾ ഗൈസ് ഇനി നേരെ എൻ്റെ അടുത്ത് കുണ്ടൂസാണ് കുഞ്ഞുമാവനെ കുളിക്കാൻ വേണ്ടി കൊണ്ടുപോയത് കേട്ടോ. കുഞ്ഞുമാവനെ കുളിപ്പിക്കുക കേട്ടോ. നല്ല ചൂടുവെള്ളമൊക്കെ ഇട്ട്, നല്ല തണുപ്പാണ് അവിടെ, അതുകൊണ്ട് ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് കുഞ്ഞുമാവനെ കുളിപ്പിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഓലമേലോ പരിപാടിയോ ഒന്നുമില്ല. എല്ലാം വാർപ്പിൻ്റെ വീടും പിന്നെ ഓടിട്ട് ഏറ്റവും കുറഞ്ഞ മറ്റേ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഓടിട്ട് വീടൊക്കെ, അല്ലാണ്ട് ഒരു വീട് നമ്മൾ ഇവിടെ കാണാനില്ല. അപ്പോൾ നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ജില്ലയിൽ ഓല മേഞ്ഞിട്ടൊക്കെയുള്ള വീട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പരിപാടിയാണ്. അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനമൊക്കെ മേടിച്ചോണ്ട് പോകണം. വീട്ടിലോട്ട് പപ്പാനെ അമ്മേനൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ പറയാനാവുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ചക്രീനെയും കൊണ്ട് ചക്കരി കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. 2 ദിവസം വലിയ ചാടേക്കാൾ ചിരിപ്പുണ്ട് ഇങ്ങനെ. പുറയിലാണ് തക്കടും പുന്നല ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണേ. വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള പരിപാടീസൊക്കെ അവിടെ ചെന്നല്ലോ. വല്ല കപ്പയൊക്കെ മേടിക്കണം. അപ്പുറം വീണിച്ചേച്ചിയൊക്കെ മെടഞ്ഞു വെച്ചതാണ് കേട്ടോ. അത് കണ്ടോ, മതിലേ മൊത്തം ഓല ഇരിപ്പുണ്ട്. നമ്മൾ ഇന്നലെ കൊണ്ടൊന്ന് ഇറക്കിയ ഓലയുണ്ട് കേട്ടോ. ആദ്യം പപ്പ ഇവിടെ ഉണ്ടോ നോക്കണം. ഇവിടെ നേരത്തെ ഇട്ടുള്ള സുഖമാണ് വണ്ടി കയറ്റാൻ വേണ്ടി. ഗൈസ് ഇത് ഇന്നലെ നമ്മൾ എടുത്തോണ്ട് ലോറിക്ക് കൊണ്ടുവന്ന് ഇറക്കിയ ഓട്ട കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് ഓലയുണ്ട്. ഈ ഓലയും പിന്നെ ആ ഓലയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് കേട്ടോ. അതിന് പപ്പ എണീറ്റ് വരുമോ എന്നറിയത്തില്ല. എന്തുവാടാ താക്കട്, പോക്കോ മേലോട്ട് പോക്കോ, പൊക്കോടാ തക്കൂടെ മേലോട്ട് പോക്കോ. ഓടിച്ചോ, നീ ഇറങ്ങുന്നില്ല 2 ദിവസേ. ഇറങ്ങൂ മകളെ, സമയം പോയി. പിന്നെ അമ്മേനെ ഉറങ്ങിപ്പോയി കേട്ടോ. ഉറങ്ങിപ്പോയി.
ഇപ്പം കൊടുക്കണം, അവള് ഉറങ്ങുവാടി പൊന്നു. അവള് കട്ടനൊന്നും കുടിക്കില്ല, അവള് പാലേ കൂച്ചു. നാളെ കെട്ടിയ പോരാ കുഞ്ഞാ. നമ്മൾ ഈ കെട്ടിയിടൊന്നും അങ്ങനെയൊന്നും നനയുന്നില്ല. കോച്ചൊന്ന് കയറി നോക്കിയാൽ വലിയ അകലമുണ്ടോ, വലിയ കുഴപ്പമുണ്ടോ? വലിയ അകലമൊന്നുമില്ല. ഗൈസ് അങ്ങനെ നമ്മുടെ ഓല കെട്ടൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുണ്ടോ, നമ്മൾ വലുതായിട്ട് അടുപ്പിച്ച് കെട്ടുന്നില്ല. അടുപ്പിച്ച് കെട്ടുന്നുണ്ടെങ്കിൽ തേക്കുള്ള സാധനം. അപ്പോൾ കുറച്ച് വിട്ടാണ് കെട്ടുന്നുണ്ടോ. സാറിന് ഇത് ഒരുപാട് അടുപ്പിച്ച് കെട്ടേണ്ട സാധനമാണ് നനാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചൂട് അധികം അടിയിലടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മേലെ കൂടെ പ്ലാസ്റ്റിക്കും കൂടെ ഇടണം. അപ്പോൾ ഇതിൻ്റെ മേലെ പ്ലാസ്റ്റിക് ഇടുമ്പോൾ നമുക്ക് അത്ര വലിയ ചൂട് വരില്ല. പപ്പ അടിയിൽ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ലിയോയുണ്ട്, പപ്പായുണ്ട്, ഞങ്ങൾ മൂന്നാം കൂടെ കേട്ടോ കെട്ടുന്നത്. കയ്യെല്ലാം മൂഞ്ചി കാണിക്കുന്നുണ്ട്. ചായ ഒക്കെ എടുത്തോണ്ട് വന്നേക്കും. ഗൈസ് നമ്മുടെ വീട് മേലെ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഇത് കണ്ടോളെ, കണ്ടോ, നല്ല ഓലപ്പൊരയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങേ സൈഡ് മാത്രം, അതിൻ്റെ ഈ സൈഡിൻ്റെ അപ്പുറത്തെ സൈഡ് മാത്രം കുറച്ച് കെട്ടാണ്ട്, ബാക്കി ഒരു കുഴപ്പമില്ല. ഇപ്പം നല്ലൊരു ഓലപ്പൊര. ഇനി പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി പണിയെല്ലാം തീർത്ത് കഴിഞ്ഞാൽ, മിറ്റമൊക്കെ ശരിയായി കഴിഞ്ഞാൽ, ഉള്ളിലത്തെ സീലിങ് ചില്ലറ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പോരാ കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. അതായത് നമ്മളിപ്പം താമസിക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ തക്കട് കിടന്നുറങ്ങിപ്പോയി, വണ്ടിയിൽ നിന്ന് കിടന്നുറങ്ങിപ്പോയി കേട്ടോ. പുന്നല താണ്ട് അവിടെ നിൽപ്പുണ്ട്. സാറിൻ്റെ കുഞ്ഞാവനെ കിടത്തിയിട്ട് അവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് കൂട്ടാം, കൊണ്ടുപോയ സാധനങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഇന്ന് മരണപ്പണിയായിരുന്നു. എല്ലാം കഴിഞ്ഞ അവസാനം നമ്മുടെ വീടിൻ്റെ ഓലകെട്ട് പരിപാടി നമ്മൾ ഇന്നത്തെ അവിടെ തീർത്ത് കേട്ടോ. ഇനി ഓലകെട്ട് എന്ന് ചെറുതായിട്ടുണ്ട്, പക്ഷെ അത് പറയേണ്ട കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീട്ടിലോട്ട് പോകണം എന്ന് ആവശ്യമില്ലാണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ തൊട്ട് നമ്മുടെ ഓരോരോ പരിപാടി, നാളെ തൊട്ട് പണിയുണ്ട്. പണിയെല്ലാം കഴിഞ്ഞ് ഓരോരോ പരിപാടി ചെറുതായിട്ട് നമ്മുടെ വീടിൻ്റെ ചെയ്തോണം. മണ്ണൊക്കെ ഇട്ട് നേരത്തെ ഒന്ന് പണിയുണ്ട്. എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കി. ഇനിയിപ്പം ഞാൻ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നില്ല കേട്ടോ ഗൈസ്. ഇനിയിപ്പം വീടിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല ഒന്നും. ഇനി അവസാനം നമ്മൾ പോകുന്ന ദിവസത്തെ ആ ഒരു വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ വീടുമായിട്ട് ബന്ധപ്പെട്ട്. ബാക്കി എല്ലാം നല്ല ക്ലിയർ ആക്കി എല്ലാം അടിപൊളിയായി കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റ വീഡിയോയിൽ നമ്മൾ കയറും. നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വീഡിയോ കാണിച്ചു തരാം. എല്ലാം ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. ഒരുപാട് രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതാണ് നാളത്തെ വീഡിയോയിൽ കാണാം.